ഹലോ, അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പി കണ്ടാലോ? ഇന്നതേ നല്ല ചക്ക കിട്ടിയിട്ടുണ്ടേ. അപ്പം ഞാൻ അതിന് ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചുള എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കണേ. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളിന്ന് തയ്യാറാക്കുന്നത് ചക്കപ്രഥമൻ്റെ റെസിപ്പിയാണേ. അതിനായിട്ട് ഇതേ ചക്ക കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മധുരമുള്ള ചക്കയാണേ. അതിലേക്ക് നമുക്ക് ശർക്കര പാനി കാച്ചിയത് ഒഴിച്ചു കൊടുക്കാം. പാനി കാച്ചിയത് ഒഴിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ചെറുതായിട്ടൊന്ന് വീണായിരുന്നു കേട്ടോ. അതാണ് നിങ്ങൾ ഇടയ്ക്ക് കണ്ടത്. നല്ല ചൂട് ശർക്കര ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ശർക്കരയും ചക്കയും കൂടെ കിടന്ന് നന്നായിട്ട് വെന്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ആവണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു വെറൈറ്റി പ്രഥമനാണ്. ചക്കപ്രഥമൻ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇപ്പം ചക്കയുടെ സീസണാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് കുറച്ച് സാബുനരി വേണമെങ്കിൽ നമുക്ക് സാധാരണ നമ്മുടെ വെള്ളത്തിലൊന്ന് വേവിച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഡയറക്റ്റ് സാബുനരി ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തതാണ്. അതിനുശേഷം 1/4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ സാബുനരിയും നമ്മുടെ പഴുത്ത ചക്കയും ഈ ശർക്കരയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വെന്ത് നല്ല രീതിയിലൊന്ന് ഉടഞ്ഞ് വരണം. ആ സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ ഇട്ട് കൊടുക്കാം. നല്ല രീതി ഈ സമയത്തേക്ക് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാവേ. ഏകദേശം 2 കപ്പ് തേങ്ങാപ്പാൽ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണേ. ചക്കയുടെ ഒരു നല്ല ഫ്ലേവറും പഴുത്ത ചക്ക ആയതുകൊണ്ട് തന്നെ നല്ലൊരു മണവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ.